തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായി ജി ബൈജുവിനെ നിയമിച്ചത് ചട്ടങ്ങൾ മറികടന്നെന്ന രേഖകൾ. ദേവസ്വം ബോർഡ് സെക്രട്ടറിയായിരുന്ന ജി ബൈജുവിന് സ്ഥാനക്കയറ്റം നൽകിയത് ട്രാൻസ്ഫറിലൂടെ. ജി ബൈജുവിന്റെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചും അവ്യക്തതയുണ്ട്. 24 എക്സ്ക്ലൂസീവ്. ഡെപ്യൂട്ടി കമ്മീഷണർ പോസ്റ്റിൽ നിന്ന് ട്രാൻസ്ഫർ ഉത്തരവിലൂടെയാണ് ജി ബൈജുവിനെ ദേവസ്വം സെക്രട്ടറിയായി നിയമിച്ചത്. ദേവസ്വം സ്റ്റാറ്റ്യൂട്ടറി റൂൾ പ്രകാരം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറായി ജോലി ചെയ്യുന്ന 3 പേരിൽ നിന്ന് ഒരാളെ സ്ഥാനക്കയറ്റം നൽകി ദേവസ്വം ബോർഡ് സെക്രട്ടറിയാക്കണമെന്നാണ് ചട്ടം. ദേവസ്വം സെക്രട്ടറിയായി പരിഗണിക്കുന്നതിന് ഗുഡ് സർവീസ് എൻട്രിയും പ്രവൃത്തി പരിചയവും അനിവാര്യമാണ്. ചട്ടങ്ങൾ മറികടന്ന് ദേവസ്വം സെക്രട്ടറിയായി ജി ബൈജുവിനെ നിയമിച്ചത് ദേവസ്വം അസിസ്റ്റന്റ് സെക്രട്ടറിയും. ബൈജുവിന്റെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചും അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. ജോലിയിലിരിക്കുമ്പോൾ ബിരുദം നേടിയെന്നാണ് ബൈജുവിന്റെ വാദം. എന്നാൽ പഠനാവശ്യത്തിനോ പരീക്ഷയ്ക്ക് പോകുന്നതിനോ ജി ബൈജു അവധിയെടുത്തിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് രേഖകളിൽ വ്യക്തം. ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ജി ബൈജുവിന് പ്രീ ഡിഗ്രി മാത്രമായിരുന്നു വിദ്യാഭ്യാസ യോഗ്യത. ദേവസ്വം ബോർഡിന്റെ സ്റ്റാറ്റ്യൂട്ടറി ചട്ടം തന്നെ ലംഘിച്ചാണ് ജി ബൈജുവിനെ ദേവസ്വം ബോർഡ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.